السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفر ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ومن الناس من يشتري نفسه ابتغاء مرضات الله والله رؤوف بالعباد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أيها الناس أوصيكم عباد الله أولا بتقوى الله. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഇവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ദുനിയവിയായ ജീവിതം അത് നോക്കിക്കാണേണ്ടത് നമ്മളെക്കാൾ താഴ്ന്ന രീതിയിൽ ജീവിക്കുന്നവരിലേക്ക് നോക്കിക്കൊണ്ടാണ് എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉൻദുറൂ ഇലാ മൻ ഹുവ അസ്ഫല മിൻകും. നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ള ആളുകളിലേക്ക് നോക്കുക എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവർക്ക് പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി. അൽഹംദുലില്ലാഹ് എനിക്കതൊന്നുമില്ല. അങ്ങനെ താഴെ നമ്മളെക്കാൾ താഴ്ന്ന രീതിയിൽ ജീവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളിലേക്ക് നോക്കി റബ്ബ് സുബ്ഹാനഹു വ തആല തന്ന നിഅമത്തുകൾക്ക് നന്ദി കാണിക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എന്നാൽ മനുഷ്യൻ്റെ ഒരു സ്വഭാവമെന്ന് പറയുന്നത് അവനത്ര പണം കൊടുത്തു, എനിക്കത് കിട്ടിയില്ലല്ലോ, അവനത്ര സൗകര്യങ്ങളുണ്ട്, എനിക്കതില്ലല്ലോ എന്നുള്ളതാണ് മനുഷ്യൻ ചിന്തിക്കാറുള്ളത്. എന്നാൽ പ്രിയമുള്ളവരെ, നന്മയുടെ വിഷയത്തിൽ പലപ്പോഴും ആളുകൾ നോക്കിക്കാണുന്നത് ഞാൻ ഖുർആൻ ഓതുന്നുണ്ട്, അല്ലെങ്കിൽ ഞാനെങ്കിലും ഖുർആനെങ്കിലും ഓതുന്നുണ്ടല്ലോ, അവനതും ഓതുന്നില്ലല്ലോ, ഞാൻ സുന്നത്തെങ്കിലും നിസ്കരിക്കുന്നുണ്ടല്ലോ, അവനതും നിസ്കരിക്കുന്നില്ലല്ലോ. നന്മയുടെ വിഷയത്തിലാണ് പലപ്പോഴും ആളുകൾ താഴേക്ക് നോക്കാറ്. അവനേക്കാൾ ഞാൻ ഇന്നതൊക്കെ കുറച്ചൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് പലപ്പോഴും ഇന്ന് മനുഷ്യന്മാർക്കുള്ളത് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, മരണത്തിനപ്പുറം തൻ്റെ ജീവിതത്തിൻ്റെ തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അവിടെ വിജയിക്കാൻ കഴിയണമെങ്കിൽ മാനദണ്ഡമായി പഠിപ്പിച്ചു തരുന്നത് നന്മകൾ ഉണ്ടാകണം എന്നുള്ളതാണ്. പരലോകത്ത് വിജയിക്കണമെങ്കിൽ, ഖബർ ജീവിതത്തിൽ സുരക്ഷിതമായി ആ കടമ്പ കടന്ന് മുന്നോട്ട് പോകണമെങ്കിൽ, നാളെ സിറാത്ത് എന്ന പാലത്തിലൂടെ സുന്ദരമായി കടന്നു പോകണമെങ്കിൽ, വിചാരണയും കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ നന്മകൾ എന്നുള്ളത് അനിവാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ഇന്ന് പലപ്പോഴും ആളുകൾ നമ്മളെ എത്ര നന്മകൾ ചെയ്യാത്ത ആളുകളിലേക്ക് നോക്കി ഞാൻ ഇത്രയെങ്കിലൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് സമാധാനമടങ്ങുന്ന ഒരു അവസ്ഥാവിശേഷമാണ് കാണുന്നത്. കാരണം ഇതേ ഉണ്ടാവുകയുള്ളൂ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യത്ബഉൽ മയ്യിത സലാസത്തുൻ ഫയർജിഉ ഇത്നാനി വയബഖ മഅഹു വാഹിദുൻ. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ അവൻ്റെ പിന്നാലെയുണ്ട് എന്നാണ്. 3 കാര്യങ്ങൾ അവൻ്റെ പിന്നാലെയുണ്ട്. എന്നിട്ടോ ഫയർജിഉ ഇത്നാനി, 2 കാര്യങ്ങൾ അവനെ ഖബറിലാക്കി തിരിച്ചു പോരും. വയബഖ മഅഹു വാഹിദുൻ, അവൻ്റെ കൂടെ ബാക്കിയാകുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്. യത്ബഉഹു അഹ്ലുഹു വമാലുഹു വഅമലുഹു,
അവൻ്റെ കുടുംബവും അവൻ്റെ സമ്പത്തും അവൻ്റെ അമലുകളും അവനെ പിന്തുടരുന്നുണ്ട് ഖബർ വരെ എന്നുള്ളതാണ്. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫയർജിഉ അഹ്ലുഹു വമാലുഹു, അവൻ്റെ സമ്പത്തും അവൻ്റെ കുടുംബവും ഖബർ വരെ അവൻ്റെ കൂടെ ഉണ്ടാവുകയുള്ളൂ. പിന്നെ അവിടുന്ന് അപ്പുറത്തേക്കുള്ള യാത്രയിൽ അവൻ്റെ കൂടെ അവൻ്റെ കുടുംബമില്ല. പിന്നെ അപ്പുറത്തേക്കുള്ള യാത്രയിൽ അവൻ്റെ കൂടെ അവൻ്റെ സമ്പത്തില്ല. വയബ്ഖ അമലുഹു, പിന്നെ അവൻ്റെ കൂടെയുള്ളത് ഈ ഭൗതിക ലോകത്ത് ജീവിച്ച കാലമത്രയും അവൻ ചെയ്ത ഏതേതു നന്മകളുണ്ടോ, ഏതേതു കാര്യങ്ങളുണ്ടോ, അതുമാത്രമായിരിക്കും അവൻ്റെ കൂടെ കുട്ടിനുണ്ടാവുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നന്മകളുമായി നാളെ പാരത്രിക ലോകത്തെത്തിപ്പെടുമ്പോൾ ഫഅമ്മാ മൻ ഥഖുലത് മവാസീനു ഫഹുവ ഫീ ഈശത്തിർ റാദിയ വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനു ഫഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ. അന്ന് ആരുടെ തുലാസ് കനം തൂങ്ങിയോ ഫഹുവ ഫീ ഈശത്തിർ റാദിയ, അവൻ സുഹൃതമടങ്ങിയ ജീവിതത്തിലാണ്, സംതൃപ്തം അടങ്ങിയ ജീവിതത്തിലാണ്. വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനു, അന്ന് ആരുടെ തുലാസ് കനം കുറഞ്ഞുവോ ഫഉമ്മുഹു ഹാവിയ, അവൻ്റെ പിന്നെ സങ്കേതമെന്ന് പറയുന്നത് ഹാവിയാണ്. വമാ അദ്റാക മാ ഹിയ, എന്താണ് മാഹിയ എന്ന് പറഞ്ഞാൽ, ഹാവിയ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ച് അല്ലാഹു പറയാണ് നാറുൻ ഹാമിയ, ചൂടേറിയ നരകാഗ്നിയാണ്. അപ്പോൾ തുലാസ് കനം തൂങ്ങുന്നു എങ്കിൽ അത് പിന്നെ നാളെ പാരത്രിക ലോകത്ത് അതിൻ്റെ ഗുണം അവിടെ കാണും. തുലാസ് കനം കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് അവൻ അനുഭവിക്കുമെന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ ആയത്തും അതേപോലെ ഈ പറഞ്ഞ ഹദീസുകളും ഒട്ടനവധി പ്രാവശ്യം കേട്ടവരാണ്. നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ആയത്തുകളും ഹദീസുകളുമാണ് എന്നുള്ളതാണ്. എന്നാൽ പ്രിയമുള്ളവരെ, നന്മകൾ മാത്രമാണ് നമ്മുടെ കൂടെ കൂട്ടിനുണ്ടാവുക എന്നും അതുമാത്രമാണ് പരലോകത്ത് നമ്മുടെ കൂട്ടിനിരിക്കുന്നത് എന്നും ഖബർ ജീവിതത്തിൽ നമ്മുടെ കൂട്ടിനുള്ളത് എന്നും ഒക്കെ പറയുമ്പോൾ നന്മകളുടെ വിഷയത്തിൽ നമ്മളെവിടെ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. നന്മകളുടെ വിഷയത്തിൽ നമ്മളെവിടെ, ഓരോ നന്മയെയും നമ്മൾ നോക്കിക്കാണുന്ന സമീപനം എപ്രകാരമാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മനുഷ്യരിൽ 5 സമീപനങ്ങൾ, നന്മകളോട് 5 സമീപനങ്ങൾ മനുഷ്യന്മാർക്കിടയിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തേത് സത്യസന്ധമായി നന്മ ചെയ്യുന്ന ആളുകൾ. സത്യസന്ധമായി നന്മ ചെയ്യുന്ന ആളുകൾ അവരെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതായത് പരലോകം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഭൗതിക ലോകത്തെ ലവലേശ ലാഭമോ അതല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള ഒരു പ്രശംസയോ പേരോ പ്രശസ്തിയോ ആഗ്രഹിക്കാതെ പരലോകം മാത്രം കൊതിച്ചുകൊണ്ട് നന്മ ചെയ്യുന്ന ആളുകൾ. വമിനന്നാസി മയ്യശ്തരി നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാ വല്ലാഹു റഊഫും ബിൽ ഇബാദ്. 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ 207-ാമത്തെ വചനം. വമിനന്നാസി, ജനങ്ങളിൽ ചില ആളുകളുണ്ട്, മയ്യശ്തരി നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാ, അല്ലാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി സ്വദേഹത്തെ തന്നെ വിറ്റവർ, സ്വദേഹത്തെ തന്നെ വിൽക്കാൻ തയ്യാറായവർ, തൻ്റെ ശരീരം റബ്ബിന് സമർപ്പിക്കാൻ തയ്യാറായ ആളുകൾ. ഇബ്തിഗാഅ മർളാത്തില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ പൂർണ്ണമായ തൃപ്തിക്ക് വേണ്ടി വേറൊന്നും അതിൻ്റെ പിന്നിൽ ലക്ഷ്യമില്ല. തൻ്റെ ശരീരമാണോ റബ്ബിന് വേണ്ടത്, എടുത്തോളൂ, തയ്യാറാണ് എന്നുള്ളതാണ്. എൻ്റെ സമ്പത്താണോ വേണ്ടത്, എടുത്തോളൂ, തയ്യാറാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ എൻ്റെ എന്താവശ്യമാണ് റബ്ബിന് വേണ്ടത്, റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ, എന്തും കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ളത്. അങ്ങനെ നന്മയെ നോക്കിക്കാണുന്ന ചില ആളുകളുണ്ട് എന്നുള്ളതാണ്. ശ്രദ്ധേയമായ ഒരു ചരിത്രമുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് അന്ന റജുലൻ മിനൽ അഅറാബി ജാഅ ഇലൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫആമന ബിഹി വത്തബഅഹു. ഒരു അഅറാബിയായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ അരികിലേക്ക് വരാൻ, എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന പിന്നെ ആശയാദർശങ്ങളെ സ്വീകരിക്കുന്നു, ഇസ്ലാം സ്വീകരിക്കുന്നു. വത്തബഅഹു, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നു. പിന്നെയോ ഉഹാജിറ മഅക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ, റസൂലേ ഞങ്ങൾ കൂടെ ഹിജ്റ വരട്ടെ, നിങ്ങൾ കൂടെ ഹിജ്റ വരട്ടെ എന്ന് ആവശ്യപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദിക്കുകയും സ്വഹാബാക്കളോട് ആ മനുഷ്യനെ നിങ്ങൾ പരിഗണിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അങ്ങനെ ഹിജ്റ വന്നിട്ടുള്ള ഒരു അഅറാബിയായ മനുഷ്യൻ, ഇസ്ലാമിക ലോകത്ത് യുദ്ധം നടക്കുന്നു. ആ യുദ്ധത്തിൽ പിന്നെ വിജയിച്ചുകൊണ്ട് ഗനീമത്ത് സ്വത്ത് സ്വരൂപിക്കുകയാണ്. ആ സ്വരൂപിച്ചിട്ട് സ്വഹാബാക്കൾക്ക് വീതം വെച്ച് കൊടുക്കുമ്പോൾ ഈ അഅറാബിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീതം വെക്കുകയാണ്. ആ സമയത്ത് ആ അഅറാബിയായ മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഈ പിന്നെ യുദ്ധത്തിന് വന്ന സ്വഹാബാക്കളുടെ കാലികളെ, മൃഗങ്ങളെ വെള്ളം കൊടുക്കുന്നതിന് വേണ്ടി ആ മൃഗങ്ങളുമായി അപ്പുറത്തേക്ക് പോയതായിരുന്നു. തിരിച്ചു വന്നപ്പോൾ സ്വഹാബാക്കൾ ഗനീമത്ത് സ്വത്ത് കൊടുത്തു.
മഹാദ എന്താ ഇത് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പിന്നെ ഖിസ്മുൻ ഖസമഹു ലക നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീതം വെച്ചതാണ് നിങ്ങൾക്ക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഫഅഖദഹു ഫജാഅ ബിഹി ഇലൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതെടുത്തിട്ട് റസൂലിൻ്റെ അടുത്ത് പോയി. എന്നിട്ട് റസൂലിനോട് ചോദിച്ചു, മഹാദ റസൂലെ എന്താ ഇത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖസംതുഹു ലക്, ഞാൻ നിനക്ക് വീതം വെച്ചതാണ്, ഗനീമത്ത് സ്വത്തിൽ നിന്ന് നിനക്ക് വീതം വെച്ചതാണ്. ആ മനുഷ്യൻ തിരിച്ചു പറഞ്ഞു, മാ അലൈക ഹാദാ ഇത്തബഅതുക, റസൂലെ ഞാൻ നിങ്ങളെ പിന്തുടരുന്നത്, നിങ്ങളെ പിൻപറ്റിയത് ഇതിനു വേണ്ടിയിട്ടല്ല, ഞാൻ ഈ യുദ്ധത്തിൽ പങ്കെടുത്തത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല, ഇങ്ങനെ ഒരു ഗനീമത്ത് തൂത്ത് എനിക്ക് കിട്ടുന്നതിന് വേണ്ടിയല്ല. വലാകിന്നി, പക്ഷെ ഞാനിതിന് പങ്കെടുക്കുന്നത് ഇത്തബഅതുക അലാ അൻ ഉർമാ ഇലാ ഹുന, അദ്ദേഹം വഅശാറ ഇലാ ഹൽഖിഹി, തൻ്റെ ഹൽഖിലേക്ക് ചൂണ്ടിക്കൊണ്ട് ചീറിപ്പാഞ്ഞു വരുന്ന ഒരമ്പ് എൻ്റെ ഇവിടെ തറച്ചുകൊണ്ട് ഷഹീദാകാൻ വേണ്ടിയിട്ടാണ് റസൂലെ ഞങ്ങൾ കൂടെ കൂടിയത്, അല്ലാതെ എനിക്ക് ഗനീമത്ത് സ്വത്തിന് വേണ്ടിയിട്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ തസ്ദുഖില്ലാ യസ്ദുഖുക, നീ പറഞ്ഞത് സത്യമാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നിനക്ക് നൽകും, അള്ളാഹു അതിനുള്ള അവസരം നിനക്ക് നൽകുമെന്നാണ്. അങ്ങനെ പിന്നീട് യുദ്ധം വരികയും അവിടുന്ന് ആ മനുഷ്യൻ അവിടെ ഷഹീദാവുകയും ചെയ്തു എന്നുള്ള സ്വഹാബാക്കൾ ആ മനുഷ്യൻ്റെ ശരീരവുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരുന്നുണ്ട്. ഖദ് അസാബഹു സഹ്മുൻ ഹൈസു അശാർ, അദ്ദേഹം ചൂണ്ടിയ അതേ സ്ഥലത്ത് തന്നെ അമ്പു തറച്ചവനായിട്ട് ആ മനുഷ്യൻ്റെ ശരീരവുമായി പ്രവാചകൻ്റെ അരികിലേക്ക് സ്വഹാബാക്കൾ കടന്നു വരികയാണ്. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അഹുവ ഹുവ, ഇത് ആ മനുഷ്യൻ തന്നെയാണോ? അന്ന് ചൂണ്ടിക്കാണിച്ച എനിക്കിവിടെ അമ്പ് തറച്ച് ഷഹീദാകാനാണ് പ്രവാചകരെ താല്പര്യം, അല്ലാതെ ഗനീമത്ത് സ്വത്തിന് വേണ്ടിയല്ല എന്ന് പറഞ്ഞ ആ സ്വഹാബിയാണോ, ആ മനുഷ്യനാണോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുമ്പോൾ സ്വഹാബികൾ പറഞ്ഞു, ഞാൻ പ്രവാചകരെ അതെ, സദഖല്ലാഹു ഫസദഖഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ആ സത്യസന്ധതയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകി എന്നുള്ളതാണ്. ആത്മാർത്ഥമായി കൊതിച്ചപ്പോൾ, ആത്മാർത്ഥമായി അതിനു വേണ്ടി ആഗ്രഹിച്ചപ്പോൾ ആ ആഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി കൊടുത്തു. സുമ്മ കഫനഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജുബ്ബത്തിൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജുബ്ബയിൽ, തൻ്റെ കുപ്പായത്തിൽ ആ മനുഷ്യനെ കഫൻ ചെയ്യുകയും സുമ്മ ഖദമഹു പിന്നെ ഫസല്ല അലൈഹി, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യന്റെ മേലിൽ നമസ്കരിക്കുകയും ഖബറിലേക്ക് ഇറക്കി വെക്കുകയും ചെയ്തു. അവിടെ ആ മനുഷ്യന് വേണ്ടി അള്ളാഹുവിനോട് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ഹാദാ അബ്ദുക, അല്ലാഹുവേ നിന്റെ അടിമയാണ് ഇവൻ, ഖറജ മുഹാജിറൻ ഫീ സബീലിക, നിന്റെ മാർഗത്തിൽ ഹിജറ വന്നവനാണ് ഇവർ, ഫഖുതില ഷഹീദൻ, അല്ലാഹുവേ ഷഹീദാകിയിട്ടുണ്ട്, ഷഹീദായി മരണപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അന ഷഹീദുൻ അലാ ദാലിക്, ഞാൻ അതിന് സാക്ഷിയാണ് റബ്ബേ, അള്ളാഹുവെ നിന്റെ മാർഗത്തിൽ ഷഹീദായിട്ടുണ്ട് എന്നുള്ളതിന് ഞാൻ സാക്ഷിയാണ് റബ്ബേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആത്മാർത്ഥമായി കൊതിച്ച ആ ഒരു നന്മ, തനിക്ക് ഷഹീദാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം കൊടുത്തു എന്നുള്ളതാണ്. ഇങ്ങനെ എത്ര നന്മകൾ എണ്ണിപ്പറയാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ. ഞാൻ ഇന്ന ഒരു നന്മ ആത്മാർത്ഥമായി കൊതിച്ചപ്പോൾ എനിക്കത് ചെയ്യാനുള്ള തൗഫീഖ് റബ്ബ് എനിക്ക് തന്നു, എനിക്കത് ചെയ്യാനുള്ള അവസരം റബ്ബെനിക്ക് ഒരുക്കി തന്നു എന്ന് ആത്മാർത്ഥമായി അങ്ങനെ കൊതിച്ച ഏതേതു നന്മകളുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ എടുത്തു പറയാൻ. എത്രയെത്ര നന്മകളുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും ഒരു നന്മയെങ്കിലും ചെയ്യാൻ വേണ്ടി നമ്മൾ കൊതിച്ചിട്ടുണ്ടോ? ആത്മാർത്ഥമായിട്ട് നമുക്കൊരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടായിരിക്കെ തന്നെ ആ നന്മ ചെയ്യണമെന്ന ആഗ്രഹം ആത്മാർത്ഥമായി വെച്ചു പുലർത്തിയിട്ടുണ്ടോ? അങ്ങനെ ഒരു നന്മ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞ ഒരു നന്മ പ്രിയമുള്ളവരെ ഏറ്റെടുക്കാൻ, ആലോചിച്ചെടുക്കാൻ, ഓർത്തെടുക്കാൻ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് ആലോചിച്ച് നോക്കാം. അതുകൊണ്ട് ഇങ്ങനെ ഒരു സമീപനം നന്മയുടെ വിഷയത്തിൽ നമ്മുടെ ഇത്രയും കൊല്ലക്കാലത്തെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ പ്രിയമുള്ളവരെ? കാരണം നാളെ പരലോകത്ത് നന്മകളെ നമ്മൾ കൂട്ടിനുണ്ടാവുകയുള്ളൂ. നാളെ പരലോകത്ത് ഉപകരിക്കുന്നൊന്നുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ നന്മകൾ മാത്രമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു നന്മ എടുത്തു പറയാൻ നമ്മുടെ കൂട്ടത്തിലുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. രണ്ടാമത്തെ ഒരു സമീപനം എന്ന് പറയുന്നത്, നന്മയെന്ന് കരുതി പലതും ചെയ്യുന്ന ആളുകളുണ്ട്. നല്ലതാണ് എന്ന് വിചാരിച്ച് തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ അല്ലെങ്കിൽ തനിക്ക് പിന്നെ തോന്നുന്നതെല്ലാം ചെയ്യുന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് ആളുകൾ. ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾ, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുനഅ. വിശുദ്ധ ഖുർആൻ 18-ാം അധ്യായം സൂറത്ത് കഹ്ഫിലെ 103-104 വചനങ്ങളാണ്.
ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല, നന്മകൾ നഷ്ടപ്പെട്ട ഒരാളുകളെ കുറിച്ച് അറിയിച്ചു തരട്ടെയോ? അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻഅ. ദുനിയവിയായ ലോകത്ത് പിഴച്ചു പോയിട്ടുള്ള ഒരുപാട് നന്മകൾ ചെയ്തവരാണ്. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻഅ, അവര് നന്മകളാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഒരുപാട് പ്രവാചകൻ പഠിപ്പിച്ചു തരാത്ത, ദീനിലില്ലാത്ത, ദീനു പഠിപ്പിച്ചു തരാത്ത ഒരുപാട് നന്മകൾ ചെയ്ത ആളുകളാണ് അങ്ങനെയുള്ള ആളുകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാണാൻ കഴിയും. നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയമുള്ളവരെ ഒരുപാട് നന്മകൾ ചെയ്യുന്ന ആളുകൾ. പക്ഷേ എല്ലാത്തിനും പ്രിയമുള്ളവരെ 2 നിബന്ധനകളുണ്ട്. 1 ഇഖ്ലാസോടുകൂടി ചെയ്യണം, 2 ഇത്തിബാഓടുകൂടി ചെയ്യണം. അള്ളാന്റെ റസൂല് കാണിച്ചു തന്നതായിരിക്കണം. അള്ളാന്റെ റസൂല് കാണിച്ചു തന്നതേ നന്മയുള്ളൂ ദീനിൽ. അതല്ലാത്തത് അത് ബിദ്അത്താണ് എന്നുള്ള കൃത്യമായ ചിത്രം ഉണ്ടാകണം നമുക്ക്. നമസ്കാര ശേഷം ആളുകൾ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നു, ആമീൻ പറയുന്നു. അവിടെ ആളുകളെല്ലാവരും, അതല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക മെജോറിറ്റി പള്ളികളിലും എല്ലാവരും നമസ്കാരത്തിന് ശേഷം കൂടിയിരുന്നു പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാനും പ്രാർത്ഥിക്കുന്നു എന്നതിനപ്പുറം എന്തുണ്ട് തെളിവ് എന്നുള്ളതാണ് ഒരു വിശ്വാസി ആദ്യം അന്വേഷിക്കേണ്ടത്. ഏതേതു കാര്യം നന്മയായി നമ്മൾ പഠിക്കുന്നുണ്ടോ, ഇതാരു പറഞ്ഞു എന്നുള്ളതാണ്, അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു നന്മയുണ്ട് എങ്കിൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരം നന്മകൾക്ക് മാതൃകയുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. നമസ്കാരത്തിന് മുമ്പ് ഉസല്ലി എന്ന് പറഞ്ഞ് നിയ്യത്ത് വെക്കുമ്പോൾ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലിയ ലഫ്ളാണോ? അള്ളാന്റെ റസൂലിന്റെ നാവിൽ നിന്ന് എന്തു മന്ത്രിക്കുന്നുവോ അത് കൃത്യമായി ഒപ്പിടിക്കാൻ വ്യഗ്രത കാണിച്ചിരുന്നു സഹാബാക്കൾ. ഇങ്ങനെ ഒരു ലഫ്ള്, ഇങ്ങനെ ഒരു വാചകങ്ങൾ നമസ്കാരത്തിന് മുമ്പ് നിയ്യത്ത് വെക്കുന്നതായി പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഏത് പ്രമാണങ്ങളിലാണ്, ഏത് സ്വഹീഹായ ഹദീസാണ് അതിനുള്ളത്? നമ്മൾ പഠിക്കേണ്ടതുണ്ട്, നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ പേരിൽ ആഘോഷങ്ങൾ പലതും നടക്കുന്നു. ഇസ്ലാം പഠിപ്പിച്ചു തന്ന ആഘോഷങ്ങൾ 2 എന്നും അതിനപ്പുറമുള്ള ഒരു ആഘോഷം അത് ഇസ്ലാം പഠിപ്പിക്കാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മരണത്തിൻ്റെ പേരിൽ പല നിലക്കുള്ള കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തഅസിയത്ത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 3 ദിവസം ദുഃഖാചരണത്തിന്റെ ദിവസമാണ്. അവർ അത്തരം ദിവസങ്ങളിൽ ആ വീടുകളിൽ അവരെ പരിചരിക്കേണ്ടതും അവർക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതും അയൽപക്കത്തെയും കുടുംബക്കാരുടെയും ഉത്തരവാദിത്തമാണ്. പക്ഷേ ഇത് ആ വീട്ടിലുള്ള ആളുകൾ മറ്റുള്ളവർക്ക് വിരുന്നൊരുക്കുന്ന രീതിയിൽ 3ഉം 7ഉം 40ഉം കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഒരുപാട് നല്ലതാണ് എന്ന് വിചാരിച്ച്, നന്മകളാണ് എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരുപാട് ആളുകൾ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻഅ, അവർ വിചാരിക്കുന്നത് ഇതെല്ലാം നന്മകളാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ 2-3 ദിവസം മുമ്പ് ശഅബാൻ 15-ന്റെ അന്ന് ഒരുപാട് ആളുകൾ റീൽസ് ഇട്ട് അതിൻ്റെ പിന്നാലെ കമൻ്റ് ഇട്ട് ഇത് ശരിയാണെന്ന് പറഞ്ഞ് അന്ന് പ്രത്യേകം നോമ്പെടുത്ത ഒരുപാട് ആളുകളെ കാണാൻ കഴിയും. അന്ന് ഏതേത് സമയങ്ങളിൽ യാസീനോദണമെന്ന കൃത്യമായ റീൽസിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഫോളോ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ. എന്നാൽ ഒരിക്കൽ പോലും ഇത് അള്ളാന്റെ റസൂലിൻ്റെ ഹദീസാണോ എന്നുള്ള നിലയ്ക്ക് ഒന്ന് മറിച്ചു നോക്കാൻ, ഇത് വിശുദ്ധ ഖുർആനിൽ എവിടെ വന്നു എന്ന് മറിച്ചു നോക്കാൻ പോലും സന്നദ്ധത കാണിക്കാത്ത, ആരോ ഇട്ട റീൽസ് അതാണ് ദീനെന്ന് വിചാരിച്ച് അതിൻ്റെ പിന്നാലെ പോകുന്ന, ഇതാണ് നന്മ എന്ന് കരുതി അതിൻ്റെ പിന്നാലെ പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. യാസീന് പ്രത്യേകമായ ദിവസം നിശ്ചയിച്ചുകൊണ്ട്, അതേപോലെ തന്നെ വീട് കൂടുമ്പോഴും മരണം നടക്കുമ്പോഴും അങ്ങനെ പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് മാത്രം ഓതുന്ന ഒരു സൂറത്തായി ഇന്ന് സമൂഹത്തിൽ ഈ സൂറത്തു യാസീൻ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതല്ലാത്ത സമയത്ത് സൂറത്തു യാസീൻ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ വിശേഷത്തിലേക്ക് ഇന്ന് സമൂഹമെത്തി. അവിടെയൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇങ്ങനെ നന്മകളാണ് എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അത് വെറുതാവിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ്. അങ്ങനെ ആളുകളെല്ലാവരും ചെയ്യുന്നു, ബഹുഭൂരിപക്ഷം ആളുകൾ ചെയ്യുന്നു എന്നുള്ളതല്ല ദീന്. അള്ളാന്റെ റസൂൽ ചെയ്തിട്ടുണ്ടോ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നിട്ടുണ്ടോ, റസൂലിൻ്റെ ഇത്തിബാ ഉണ്ടോ, അതുമാത്രമേ നന്മയുള്ളൂ. അതല്ലാത്തതൊന്നും നന്മയല്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമത്തേത് നന്മയും അവസരം കിട്ടിയാൽ തിന്മയും ചെയ്യുന്ന ആളുകൾ. ഇങ്ങനെ നന്മകളോട് സമീപനം വെച്ചിട്ടുണ്ട്. നന്മകളൊക്കെ ഉണ്ട്, എല്ലാ നന്മകളും ജീവിതത്തിൻ്റെ, പക്ഷെ ചാൻസ് കിട്ടി എന്ത് ചെയ്യും? തിന്മകളും ചെയ്യും എന്നുള്ളതാണ്. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ലഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ നിന്ന് ചില ആളുകളെ എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. യഅ്തൂന യൗമൽ ഖിയാമത്തി ബിഹസനാതി അംസാലി ജിബാലി തിഹാമ ബിദ, തിഹാമ പർവ്വതത്തോളം നന്മകളുമായി നാളെ പാരത്രിക ലോകത്ത് കടന്നു വരുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച്
എനിക്കറിയാമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ഉമ്മത്തിൽ അങ്ങനൊരു ടീമുണ്ട്, ഒരുപാട് നന്മകളുമായി കടന്നു വരുന്ന ആളുകൾ. ഫയജ്അലുഹല്ലാഹു അസ്സ വജൽ ഹബാഅൻ മൻസൂറ, അവരുടെ നന്മകളെല്ലാം ധൂളികളാക്കി കളയുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൗബാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് സിഫ്ഹും ലനാ ജല്ലിഹിം ലനാ അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം. അറിയാതെങ്കിലും അവരിൽ പെട്ടുപോകാതിരിക്കാൻ ആരാണ് പ്രവാചകരാ കൂട്ടര്? ഇത്തരം നന്മകളുമായി നാളെ പരലോകത്തെത്തുമ്പോൾ അള്ളാഹു ധൂളികളാക്കി പാറ്റിക്കളയുന്ന ആ ഹതഭാഗ്യവാന്മാരാര് എന്ന് ചോദിക്കുമ്പോൾ അമാ ഇന്നഹും ഇഖ്വാനുക്കും വമിൻ ജിൽദതിക്കും, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്, അവർ നിങ്ങളുടെ വർഗത്തിൽപ്പെട്ട ആളുകളാണ്. വയഖുദൂന മിനൽ ലൈലി കമാ യഖുദൂൻ, അവർ രാത്രി നമസ്കരിക്കുന്നവരാണ്. നിങ്ങൾ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കുന്നത് പോലെ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്ന ആളുകളാണ്. വലാകിന്നഹും അഖ്വാമുൻ, പക്ഷെ അവരൊരു വിഭാഗമാണ്. ഇദാ ഖലൗ, അവർ തനിച്ചായി കഴിഞ്ഞാൽ ബിമഹാരിമില്ലാഹി തഹഖൂഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബൗണ്ടറി നിശ്ചയിച്ചിട്ടുള്ള ആ ഹറാമിൻ്റെ ലോകത്തേക്ക് കടന്നു ചെല്ലുന്നവരാണ്. എല്ലാവിധ ബൗണ്ടറികളും വെട്ടിച്ചുകൊണ്ട് ഹറാമുകൾ ജീവിതത്തിൽ ചെയ്യുന്ന ആളുകളാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തരുന്നു. അതായത് പരസ്യമായി നന്മകൾ ചെയ്യുന്ന, രഹസ്യമായി തിന്മകൾ ചെയ്യുന്ന ആളുകളാണ് അത്തരം ആളുകളെന്ന് ഈ ഹദീസിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അവർ ഈ ഹദീസിൽ പറയുന്ന ആളുകൾ എന്ന് പറയുന്നത് അവർക്ക് പർവ്വത സമാനമായ നന്മകളുണ്ട്, അവർക്ക് പർവ്വത സമാനമായ നമസ്കാരത്തിൻ്റെ കണക്കുകളുണ്ട്, അവർ ദഅവാ മേഖലകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കണക്കുകൾ ബോധിപ്പിക്കാനുണ്ട്, അതേപോലെ തന്നെ ദാനധർമ്മത്തിൻ്റെ കണക്കുകൾ ബോധിപ്പിക്കാനുണ്ട്, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ സമയം ചെലവഴിച്ചതിൻ്റെ കണക്കുകൾ ബോധിപ്പിക്കാനുണ്ട്. പക്ഷേ അത് പരസ്യമായി ഇത്തരം നന്മകളുടെ മുൻപന്തിയിൽ ഉണ്ടാകുമ്പോഴും അവരൊറ്റപ്പെട്ട് കഴിഞ്ഞാൽ, ആരാരും കാണാനില്ലാത്ത സമയമെത്തിക്കഴിഞ്ഞാൽ ബിമഹാരിമില്ലാഹിൻ തഹഖൂഹ, അവർ ഹറാമുകളിലേക്ക് പ്രവേശിക്കുന്നവരാണ്, രഹസ്യമായി തിന്മകൾ ചെയ്യുന്ന ആളുകളാണ്. അവരാരും കാണാനില്ലാത്ത സാഹചര്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടാത്തവരാണ്, റബ്ബിനെ ലെവലേശം പോലും ഭയക്കാത്ത ആളുകളാണ്. അവർക്ക് പരസ്യമായിട്ടേ റബ്ബിനെ പേടിയുള്ളൂ. ആ പേടി എന്ന് പറയുന്നത് നാലാളുകൾ എന്നെ കാണുമോ എന്നുള്ള, നാലാളുകൾ എന്നെ എന്ത് വിചാരിക്കുമെന്നുള്ള ഭയപ്പാടാണ്. യഥാർത്ഥത്തിൽ അത് റബ്ബിനെ കുറിച്ചുള്ള പേടിയല്ല, നേരെ മറിച്ച് റബ്ബിനെ ഒരു ലെവലേശം പോലും പേടിക്കാത്ത ആളുകളാണ് അവർ. അവരവരുടെ സെൽഫോണുകളുമായി ഒറ്റയ്ക്കിരിക്കുമ്പം, അവരവരുടെ രഹസ്യ ജീവിതത്തിലേക്ക് ഒതുങ്ങുമ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ ഒരുപാട് ഹറാമുകളിലൂടെ സഞ്ചരിക്കുന്ന ആളുകളാണ്, ഏകാന്തതയിൽ പാപങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇസ്ലാമിൽ ഒരാളുടെ ഈമാൻ, വിശ്വാസം അളക്കേണ്ടത് അവൻ ഒറ്റക്കായിരിക്കുമ്പോഴാണെന്നുള്ളത്. ഒറ്റക്കായിരിക്കുമ്പോൾ, തനിച്ചായിരിക്കുമ്പോൾ റബ്ബിനെ പേടിക്കുന്നുണ്ടോ, അവൻ ഈമാനുള്ളവനാണ്. പരസ്യമായി റബ്ബിനെ പേടിക്കാൻ ആളുകൾ എന്ത് വിചാരിക്കും, ഞാൻ ജമാഅത്തിന് പള്ളിയിലെത്തിയിട്ടില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും, ഞാൻ ദഅവാ മേഖലയിലില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും, ഞാൻ സ്വതക്ക കൊടുത്തിട്ടില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും, ഈ റമളാനിൽ ഞാൻ നോമ്പെടുത്തിട്ടില്ലെങ്കിൽ, അങ്ങനെ വിചാരിച്ചുകൊണ്ട് നന്മകൾ ചെയ്യുന്ന, നന്മയിൽ മുൻപന്തിയിലെത്തുന്ന ആളുകൾ, പക്ഷേ രഹസ്യ ജീവിതത്തിൽ ലവലേശം പോലും റബ്ബിനെ പേടിക്കാത്ത ആളുകൾ, അവർ ഈമാനില്ലാത്തവരാണ്, യഥാർത്ഥ വിശ്വാസമില്ലാത്തവരാണ്, അവർ റബ്ബിനെ കുറിച്ച് യഥാർത്ഥമായ രീതിയിൽ പഠിക്കാത്ത ആളുകളാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അതുകൊണ്ട് തനിച്ചാകുമ്പോൾ അള്ളാഹുവിൻ്റെ വിലക്കുകൾ തകർക്കുകയും, അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യരുത്, കാണരുത്, കേൾക്കരുത് എന്ന് പറഞ്ഞതിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്ന ആളുകൾ വിശ്വാസത്തിൽ ദൗർബല്യമുള്ള ആളുകളാണ് എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ ഏറെ ഭയപ്പെടേണ്ടതുണ്ട്. ഇന്ന് തിന്മകൾ ചെയ്യാൻ അവസരങ്ങളെമ്പാടുമാണ്, സൗകര്യങ്ങളേറെയാണ്. നന്മകൾ ചെയ്യാൻ സൗകര്യങ്ങൾ ഉള്ളതിനേക്കാൾ കൂടുതൽ സൗകര്യം ഇന്നു തിന്മകൾ ചെയ്യാനാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് അത്തരം തിന്മകൾ ചെയ്യുമ്പോൾ, ആരാരും കാണാതെ തിന്മകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പരിക്ക് നമുക്ക് മാത്രമാണ്. നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിനല്ല, നമ്മുടെ കുടുംബത്തിനല്ല, നമ്മുടെ മക്കൾക്കല്ല, നമ്മുടെ ഭാര്യക്കല്ല, നമ്മുടെ ഭർത്താവിനല്ല, നമുക്ക് മാത്രമാണ് അതിൻ്റെ പരിക്ക് എന്നുള്ള ആ ഒരു വ്യക്തമായ ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നന്മകൾ ചെയ്യുന്ന, നന്മകളൊക്കെ പരസ്യമായി ചെയ്യും, പക്ഷേ രഹസ്യമായാൽ എല്ലാ തിന്മകളും ചെയ്യും. ഇങ്ങനെ ഒരു സമീപനം വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട്. ഇതിൽ നമ്മളുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കാം. നാലാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് നന്മകൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും, പക്ഷേ അങ്ങനെ ആഗ്രഹം ഉണ്ടായിട്ടും തൗഫീഖ് ലഭിക്കാത്ത ആളുകൾ.
നന്മകൾ ചെയ്യാൻ ഏറെ ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നിനും കഴിയണില്ല. എത്ര ശ്രമിച്ചിട്ടുണ്ടല്ലോ. അതായത് അതിനാണ് പറയുക തൗഫീഖ് ഇല്ല എന്നാണ്. തൗഫീഖ് ഇല്ല നന്മകൾ ചെയ്യാൻ. അങ്ങനെയുള്ള ആളുകളുണ്ട്. ശുഐബ് അലൈഹിസ്സലാം തൻ്റെ ദഅവ പ്രവർത്തനങ്ങൾക്കിടയിൽ അവിടുന്ന് ജനതയോട് കൃത്യമായി പഠിപ്പിച്ചു തന്നു, ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. സൂറത്ത് ഹൂദിലെ 88-ാമത്തെ വചനം. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്. അല്ലേ, എന്നാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ എത്തിച്ചു തരിക എന്നുള്ളതാണ്. കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് വമാ തൗഫീഖ് ഇല്ലാ ബില്ലാഹ്, അതിനുള്ള തൗഫീഖ് ആര് തരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല തരണം. അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്, അവനിലാണ് ഭരമേൽപ്പിക്കേണ്ടത്, അവനിലേക്കാണ് മടക്കമെന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റബ്ബ് സുബ്ഹാനഹു വ തആല പിന്നെ തൗഫീഖ് ചെയ്താൽ നമുക്ക് നന്മ ചെയ്യാൻ പറ്റുള്ളൂ. തൗഫീഖ് ഇല്ലാത്തവന് നന്മ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിന് തൗഫീഖ് കിട്ടണമെങ്കിൽ എന്ത് വേണം? അള്ളാഹിൻ്റെ ഇഷ്ടം കിട്ടണം. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കേ നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടാവുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ ഇസ്തഅമലഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജോലി ചെയ്യിപ്പിക്കുന്നതാണ്. അവനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും. സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് കൈഫ യസ്തഅമിലുഹു, എങ്ങനെ അവനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും? ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ, ഖൈർ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അള്ളാഹു അവനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുവഫിഖുഹു ലിഅമലിൻ സാലിഹിൻ ഖബ്ലൽ മൗത്ത്. മരണത്തിന് മുമ്പ് അമൽ സ്വാലിഹാത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു കൊടുക്കും, നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് കൊടുക്കും. എത്ര വിചാരിച്ചിട്ടും എന്നും വിചാരിച്ചിട്ടും എനിക്ക് ആ നന്മ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ പ്രിയമുള്ളവരെ, റബ്ബിൻ്റെ ഇഷ്ടം എനിക്ക് കിട്ടിയിട്ടില്ലെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കുറേ ശ്രമിക്കുന്നുണ്ട്, എന്നിട്ടും കഴിയില്ല നന്മകൾ ചെയ്യുക. ഓരോ ദിവസവും ഓരോ തടസ്സങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതിനർത്ഥം തടസ്സങ്ങളല്ല പ്രിയമുള്ളവരെ, നമ്മൾ ആദ്യം നമ്മളെന്ന് ശുദ്ധീകരിക്കേണ്ടതുണ്ട്. എനിക്കെന്തോ പ്രശ്നമുണ്ട്, നമ്മൾ നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾ അത് പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, അതിനൊരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് അത് അങ്ങനല്ലായിരുന്നു ഞാൻ ചെയ്യേണ്ടത്, ഇപ്പോഴും ആലോചിച്ചത് നേരെ തിരിച്ച് ചെയ്യണമായിരുന്നു, അത് ആലോചിച്ച് അതുകൊണ്ട് ആ നന്മ ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അതല്ല അതിൻ്റെ അടിസ്ഥാനം. നമ്മൾ എത്ര വിചാരിച്ചിട്ട് ഒരു നന്മ നമുക്ക് ഇപ്പോഴും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്കതിനുള്ള തൗഫീഖ് അല്ലാഹു തരുന്നില്ല എന്നുള്ളതാണ്. നന്മകളേറെ ചെയ്യേണ്ട, അള്ളാഹിൻ്റെ മാർഗത്തിൽ ഏറെ നോമ്പെടുക്കേണ്ട, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പെടുത്ത മാസമാണ്. അതിലേറ്റവും ചുരുങ്ങിയത് തിങ്കളും വെള്ളിയെങ്കിലും നമുക്ക് നോമ്പെടുക്കാൻ ഈ മാസത്തിൽ കഴിയുന്നില്ലെങ്കിൽ, നമുക്കതിന് ഒരുപാട് ജോലി തടസ്സം ഒരു തടസ്സമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, ഈ തണുപ്പ് കാലത്ത് നമുക്കതൊരു തടസ്സമാണ് അല്ലേ. പലപ്പോഴും നമ്മൾ പറഞ്ഞു ചൂടാണ്, റമളാനാണ്, ഭയങ്കര അടങ്ങണം. ഇപ്പോഴോ പല സുഖ. എന്നിട്ട് നമുക്കൊരു തിങ്കളും വ്യാഴവും അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നോമ്പെടുത്ത ഈ ഒരു മാസം നമുക്ക് എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ തൗഫീഖ് ഇല്ല എന്നുള്ളതാണ്. ആ നന്മ ചെയ്യാനുള്ള ഭാഗ്യം നമുക്കില്ല. എന്തുകൊണ്ടില്ല? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തൃപ്തിപ്പെട്ടിട്ടില്ല, നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, കല്ല ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ എന്നുള്ളതാണ്. എനിക്ക് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പഠിപ്പിച്ചതൊന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കറയിട്ട് കൊടുക്കുന്നതാണ്. തിന്മകളിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ, തിന്മകൾ നിരന്തരമായി പ്രവർത്തിക്കുന്ന ആളുകൾ, അവർക്ക് എന്തും ഓരോ ഹൃദയത്തിൽ അള്ളൊരു കറണ്ട് ഇട്ട് കൊടുക്കും. കറ ആയിക്കഴിഞ്ഞാൽ എന്താ, നമ്മളെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മൾ വസ്ത്രത്തിൽ കറ ആയിക്കഴിഞ്ഞാൽ അത് പോകാൻ നല്ല പണിയാണ് അല്ലേ, പോകാൻ പണിയാണ്. നേരെ മറിച്ച് ചളി ആയാലോ അത് പോകാൻ എളുപ്പമാണ്. പക്ഷെ കറ ആയിക്കഴിഞ്ഞാൽ അത് പോകാൻ നല്ല പണിയാണ്. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ ഓരോന്നോരോന്നായി വരുന്നുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, പിന്നെ നന്മകൾ ചെയ്യുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകും, ഒരുപാട് പ്രതിസന്ധികൾ അതിനുവേണ്ടി പറയേണ്ടി വരും. അതിനർത്ഥം എന്താണ്? എൻ്റെ തിന്മയിലൂടെയുള്ള സഞ്ചാരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് എന്നിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ നമ്മളുടെ ജോലി തിരക്കുകളോ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളോ, നമ്മുടെ അസുഖങ്ങളോ, നമ്മുടെ ജീവിത റൂട്ടീനുകളോ ഇതൊന്നുമല്ല തടസ്സം. നേരെ മറിച്ച് നമുക്കതിനുള്ള തൗഫീഖ് ഇല്ല എന്നുള്ളതാണ്. അതിനു മാത്രം റബ്ബ് ഇഷ്ടപ്പെടുന്ന ഒരു അടിമയാകാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആദ്യം നമ്മൾ നമ്മുടെ നഫ്സിനെയാണ് നന്നാക്കേണ്ടത്, എന്നിട്ട് നമ്മളെ ജോലിനെ കുറിച്ച് ആലോചിക്കേണ്ടത്, എന്നിട്ട് നമ്മളെ റൂട്ടിനെ കുറിച്ച് ആലോചിക്കേണ്ടത്. നോക്കൂ, നിങ്ങൾ 2 മണിക്കൂറൊക്കെ നോമ്പെടുക്കുന്ന ആൾക്കാർ ഈ ലോകത്തുണ്ട്. റമദാൻ മാസത്തിൽ 20 മണിക്കൂർ നോമ്പെടുക്കുന്ന ആളുകളുണ്ട് അല്ലേ. അപ്പോൾ അവർക്കൊക്കെ ഇത് കഴിയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ തണുപ്പ് കാലത്ത് നമുക്ക് ഈ ഒരു മാസത്തിൽ
ഏറ്റവും ചുരുങ്ങിയത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സുന്നത്ത് നോമ്പ് എടുക്കാൻ കഴിയുന്നില്ല. അവിടെ ആലോചിക്കേണ്ടത് പ്രശ്നം എനിക്കാണ്. പ്രശ്നം അതെനിക്കാണ്, എൻ്റെ ജോലിയല്ല, എൻ്റെ തിരക്കുകളല്ല, എനിക്ക് തൗഫീക്കില്ലാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നന്മകളുടെ വിഷയത്തിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഓരോ നന്മകളും നമ്മൾ ഇന്നെടുത്ത് ഇങ്ങനെ എഴുതിയേക്കുക. എന്നിട്ട് ഇതിൽ എത്രണ്ണം ഒരു ദിവസം ഒരു മുഅ്മിൻ ചെയ്യേണ്ട നന്മകൾ ഏതൊക്കെയെന്ന് അറിയാത്തവരല്ല നമ്മളാരും, എല്ലാം നമുക്കറിയാം. എന്നിട്ട് ഇതിൽ എത്രണ്ണം എനിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്, ഇന്ന നന്മകൾ എനിക്ക് തടസ്സമാണ്. എന്താണ് അവിടെ തടസ്സം? എന്താണ് അവിടെ തടസ്സം? ആത്മാർത്ഥമായിട്ട് ആലോചിക്കുക. ഓരോ തടസ്സങ്ങളും അത് നമ്മളെ ജോലി ആവില്ല. നമ്മൾ ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ ആയിരിക്കും. നമ്മൾ ബാക്കിയുള്ള ഭൗതികമായിട്ടുള്ള ചുറ്റുപാടുകളും സൗകര്യങ്ങളും ഒന്നല്ല നന്മകൾ ചെയ്യാനുള്ള തടസ്സമെന്ന് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നന്മകൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും, ഭയങ്കര ആഗ്രഹമായിരിക്കും. പക്ഷെ തൗഫീക്കില്ലാതെ പോകുന്ന ആളുകൾ അല്ലേ, ഇപ്പോൾ നമ്മളൊക്കെ ഭയങ്കരമായിട്ട് പ്ലാനിങ് ആണ് അല്ലേ, റമദാൻ ഒന്നുണ്ടാകട്ടെ, തുടങ്ങണം, പലതും തുടങ്ങണം എന്നാഗ്രഹിക്കുന്നവരാ. അങ്ങനെ തുടങ്ങാൻ വിചാരിക്കുന്നവരുണ്ടല്ലോ, അതൊക്കെ എപ്പോഴും നമ്മൾ കേൾക്കലുള്ള സംഗതിയാണ്. ന്യൂ ഇയർ ഉണ്ടാകട്ടെ, ജനുവരി 1 ഉണ്ടാകട്ടെ, അന്ന് മുതൽ ഇന്നത് തുടങ്ങണം. എന്നിട്ട് എത്ര ആയുസ് ഉണ്ടാവുക? അതിന് ആയുസ് ഏറിക്കൂടിയ 10 ദിവസം അല്ലേ? അതേമാതിരിയാണ് നമ്മളൊരു നന്മ തുടങ്ങണം എന്നാണെങ്കിൽ റമദാനിലല്ല കാത്തിക്കേണ്ടത്. റമദാൻ 1 ആകട്ടെ അന്ന് തുടങ്ങാം ഖുർആൻ പാരായണം എന്നല്ല. റമദാൻ 1 ആകട്ടെ അന്ന് മുതൽ നോമ്പ് തുടങ്ങിയ പിന്നെ അവിടുന്ന് അങ്ങോട്ട് സുന്നത്തുകൾ എടുക്കാം എന്നല്ല. നമ്മൾ തീരുമാനം എടുത്ത ഇന്ന് നമുക്ക് തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുണ്ടോ, അതിന് സ്ഥിരത ഉണ്ടാവുമെന്ന് നമ്മൾ തീരുമാനിക്കാം. അത് നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്. അതല്ലാതെ റമദാൻ 1 ആകട്ടെ എന്ന് കാത്തിരുന്ന പ്രിയമുള്ളവർ 2 ദിവസം 3 ദിവസം ഉണ്ടാവും അതിന് ആയുസ്, പിന്നെ ക്ഷീണമായി. കാരണം ശരീരത്തിന് പരിചയമില്ല. 10 മണിക്കൂർ പട്ടിണിയെടുത്ത് പരിചയമില്ല. 11 മാസമായിട്ട് പരിചയമില്ലാത്തത് ഒരു ദിവസം കൊണ്ട് തുടങ്ങുമ്പോൾ പിന്നെ ഖുർആൻ എടുത്ത് മറിച്ചു നോക്കിയാൽ ഉറക്കം വരും. ഒരു പേജ് ഓതാൻ കഴിയില്ല. തറവീഹ് മര്യാദയ്ക്ക് ഇരുന്ന് നിസ്കരിക്കാൻ കഴിയില്ല. ആകെ 1/2 മണിക്കൂർ 3/4 മണിക്കൂറാണ് നമ്മളൊക്കെ ഇവിടെ തറവീഹ് നിസ്കരിക്കണത്. പക്ഷെ അതിനെ ശ്രദ്ധയോടുകൂടി നിർവഹിക്കാൻ കഴിയില്ല. കാരണം എന്താ, ശരീരം ആകെ വീക്കായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അന്ന് ചടുലമായി കൊണ്ട് നന്മകളുമായി മുന്നോട്ട് പോകണമെങ്കിൽ ഇന്നു തന്നെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണം. അത് അങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ റബ്ബിൻ്റെ തൗഫീഖ് വേണം. അത് നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ 4-മത്തത് 5-മത്തത് തിന്മകളാൽ വലയം ചെയ്ത നന്മകൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത ആളുകൾ, അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. ഒരു ജീവിതം മുഴുവൻ തിന്മകൾ കൊണ്ട് വലയം ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും. മൻ കസബ സയ്യിഅതൻ വ അഹാതത് ബിഹി ഖതിഅ ഫഉലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്. അതായത് ദുഷ്പ്രവൃത്തി ചെയ്തുകൊണ്ട് തിന്മകളിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ അവര് ഫഉലൈക അസ്ഹാബുൻ നാർ, അവർ നരകത്തിൻ്റെ ആളുകളാണ്. ഹും ഫീഹാ ഖാലിദൂൻ, അവർ അതിൽ നിത്യവാസികളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവർക്ക് ചിന്തിക്കാൻ പോലും, നന്മകൾ ചിന്തിക്കാൻ പോലും എന്തില്ല, അവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. കാരണം ട്രെൻഡുകൾക്ക് പിന്നാലെ ഓടുന്നവരാണ്. ഓരോ ട്രെൻഡുകൾ വരുമ്പോൾ ഓരോ റീൽസുകളുമാണ് അവരുടെ ഓരോ ദിവസങ്ങളും നിശ്ചയിക്കുന്നത്. ഓരോ ദിവസം എങ്ങനെ പോകണമെന്ന് റീൽസ് നോക്കി തീരുമാനമെടുക്കുന്ന ആധുനിക തലമുറയുണ്ട് ഇന്ന് അല്ലെ. റീൽസിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ജീവിക്കുന്ന, അവിടുത്തെ സങ്കടങ്ങൾ ജീവിതത്തിലെ സങ്കടങ്ങളായി മാറുന്ന, അതിൻ്റെ സന്തോഷങ്ങളാണ് യഥാർത്ഥ സന്തോഷങ്ങളെന്ന് വിചാരിച്ച് ആ സന്തോഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് നാളെ ഒരു പിടി കയറിൻ്റെ മുമ്പിൽ ജീവിതം അവസാനിപ്പിക്കുന്ന ആയിരങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. അതുകൊണ്ട് ട്രെൻഡുകളാണ് ഇന്നത്തെ ജീവിതം എന്ന് വിചാരിച്ചുകൊണ്ട്, അതാണ് യഥാർത്ഥ സന്തോഷമെന്ന് വിചാരിച്ചുകൊണ്ട്, അതാണ് യഥാർത്ഥ ജീവിതമെന്ന് കരുതിക്കൊണ്ട് അതിൻ്റെ പിന്നാലെ പോടുന്ന ആളുകൾ, അവർക്ക് നന്മകളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. ഒരുപാട് പ്രശ്നങ്ങൾ പറയും അല്ലെ. എന്തിനാ കേരളത്തിൽ കുറേ പള്ളികൾ, എല്ലായിടത്തും പള്ളിയാണ്. ഇനിയിപ്പോൾ റമദാനാണ് വരുന്നത്, പള്ളിയുടെമായി ഒരുപാട് ആളുകൾ കടന്നു വരുന്നു. ഒരുപാട് ആളുകൾ അതിൻ്റെ സഹായഹസ്തങ്ങളുമായി നമ്മുടെ മുന്നിലേക്ക് വരുന്നു. എന്തിനെത്രയേ പള്ളി, എത്ര അധികം പള്ളി ഉണ്ടായിട്ട് നമ്മളിവിടെ ഏത് പള്ളിയിൽ നമ്മളുണ്ടായത് എന്ന ചോദ്യത്തിന് അതിന് ഉത്തരം ഉണ്ടാവില്ല. വിമർശിക്കുന്ന ആളുകളോട് തിരിച്ചിങ്ങനെ ചോദിക്കുമ്പോൾ ഉത്തരം ഉണ്ടാവില്ല. ഇത്ര അധികം പള്ളികൾ നിന്റെ ചുറ്റുവട്ടത്തുണ്ടായിട്ട് ഫജ്റിന് എവിടെയായിരുന്നു ചോദിക്കുമ്പോൾ ഉത്തരം ഉണ്ടാവില്ല. ഇന്നത്തെ 5 വക്ത് ജമാഅത്ത് ഉണ്ടായിരുന്നോ ചോദിച്ചാൽ ഉത്തരം ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ഇസ്ലാമിൻ്റെ നന്മകളെ വിമർശിക്കുന്ന, അതിനെ മോശമായി കാണുന്ന ആളുകൾ, എന്നാൽ ആ നന്മയിൽ ഏതെങ്കിലും ഒന്നിൽ നീയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിലില്ല. കാരണം എന്താ, ട്രെൻഡിൻ്റെ പിന്നാലെ ഓടുന്ന ആളുകളാണ്.
അവർക്ക് പിന്നീട് നന്മകൾ എന്നുള്ളത് പ്രിയമുള്ളവരെ അത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഇതായിരിക്കും. അതുകൊണ്ട് റബ്ബിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുക. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു അസ്ലിഹ് ലി ശഅനി കുല്ല വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. അല്ലാഹുവേ, ഒരു കണ്ണിമ വെട്ടുന്ന നേരത്ത് പോലും എന്നിലേക്ക് നീ ഏൽപ്പിക്കരുത് റബ്ബേ. എൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം റബ്ബേ നിന്നിലാണ്. ഒരു നിമിഷം പോലും എൻ്റെ ഉത്തരവാദിത്വം നീ എന്നെ ഏൽപ്പിക്കരുത്. കാരണം പിഴച്ചു പോകും, വഴിതെറ്റിപ്പോകും, ഈ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകും. അതുകൊണ്ട് റബ്ബേ, എൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വവും നിയന്ത്രണവും ഒരു നിമിഷം പോലും എന്നിൽ ഏൽപ്പിക്കാതെ നീ എന്നെ ഏറ്റെടുക്കണമെന്ന് റബ്ബിനോട് നിരന്തരമായി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ ത്വയ്യിബൻ വഅമലൻ മുതഖബ്ബല എന്ന് എല്ലാ ഫജ്ർ നമസ്കാരത്തിന് ശേഷവും നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹുവേ, നന്മകളാണ് നാളത്തെ വിജയത്തിനുള്ള ഏറ്റവും വലിയ പാതയം എന്ന് പറയുന്നത്. ആ നന്മകൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഇൽമൻ നാഫിഅ ഉപകാരമുള്ള അറിവ് റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വറിസ്ഖൻ ത്വയ്യിബ നല്ല ഉപജീവനം റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഅമലൻ മുതഖബ്ബല സ്വീകാര്യോഗ്യമായിട്ടുള്ള അമലുകൾ ചെയ്യാൻ അല്ലാഹുവേ നീ എനിക്ക് തൗഫീഖ് നൽകണമെന്ന് റബ്ബേ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു എന്ന് അല്ലാഹുവിനോട് ചോദിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നല്ല ഉപജീവനവും നല്ല പ്രവർത്തനവും നമുക്ക് നൽകണമെങ്കിൽ അതിനെക്കുറിച്ച് നല്ല അവബോധം നമുക്ക് ഉണ്ടാകണം. നല്ല ഉപജീവനം കിട്ടണമെങ്കിൽ നല്ല ജോലി ഉണ്ടാകണം. നല്ല ജോലി വേണമെങ്കിൽ നല്ല വിദ്യാഭ്യാസമുള്ളവനെ നല്ല ജോലി ഉണ്ടാവുള്ളൂ, അല്ലേ? എന്നതുപോലെ തന്നെയാണ് പ്രിയമുള്ളവരെ, നല്ല പ്രവർത്തനങ്ങൾ നന്മകൾ ചെയ്യണമെങ്കിൽ നന്മകളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാകണം, നന്മകളെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടാകണം. അതിനെന്തു വേണം? പഠിക്കണം. നമ്മൾ നിരന്തരമായി ദീനു പഠിച്ചുകൊണ്ടിരിക്കണം. നിരന്തരമായി മരണത്തിലേക്ക് കാലെടുത്തു വെക്കുന്നതുവരെ, ഖബറിലേക്ക് നമ്മുടെ ശരീരം എടുത്തു വെക്കുന്നതുവരെ ദീനു പഠിക്കാനുണ്ട്, ദീന് നമുക്ക് പ്രാവർത്തികമാക്കാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു സമയം അള്ളാഹിൻ്റെ ദീനു പഠിക്കാൻ വേണ്ടി നമ്മൾ മാറ്റിവെക്കുക, ആത്മാർത്ഥമായി പഠിക്കുക. ആ പഠിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകും ആ പഠിച്ചത് ജീവിതത്തിൽ കൊണ്ടുവരാൻ, ആ പഠിച്ച നന്മകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ. ആത്മാർത്ഥമായിട്ടാണ് എങ്കിൽ അള്ളാഹ് അതിന് തൗഫീഖ് നൽകുമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നന്മകൾ ആത്മാർത്ഥമായി ചെയ്യാൻ, നന്മകൾ ആത്മാർത്ഥമായി കൊതിക്കാനും അത് ആഗ്രഹിക്കാനും അത് ചെയ്യാനും നമ്മൾ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. നന്മകൾ ചെയ്യാനുള്ള തൗഫീഖിന് നമ്മൾ മുറിയാതെ റബ്ബിനോട് പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ ആത്മാർത്ഥമായി കുതിച്ച് അത് ചെയ്ത് നാളെ പരലോകം നേടിയെടുക്കുന്ന വിശ്വാസികളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അല്ലാഹുവേ, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ തൗഹീദ് ചൊരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയ്യാഅ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ من النار، اللهم أجرنا وأجر والدنا من النار. رب ارحمهما كما ربونا صغارا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. والله تعالى أعلم. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت ونستغفرك ونتوب إليك. السلام عليكم ورحمة الله وبركاته.